ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തിരിച്ചറിവുണ്ടാകുന്ന ആദ്യം നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ചും ഹിന്ദു വിശ്വാസപ്രകാരം നമ്മൾ ഗണപതി എന്നുള്ള സങ്കല്പത്തെയാണ്, ആ ഓമനത്തുള്ള രൂപത്തെ കണ്ടാണ് നമ്മൾ ബോധതലം ആദ്യം ഉണർന്നു തുടങ്ങുന്നത്. പിന്നെ അതിന് സമാനമായ ഒരു ജീവിയാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അപ്പോൾ ആ ഒരു ഗണപതി ഭക്തി, ഇപ്പം മിത്തെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരു അധിക്ഷേപത്തോടു കൂടി സംസാരിക്കുന്ന നിലയിലെത്തി. അതേ മിത്തായിരിക്കാം, ചരിത്രമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് മിത്ത്? വലിയൊരു സങ്കല്പത്തിൻ്റെ താത്വികമായ രൂപമാണ് ഗണപതി എന്ന് പറയുന്നത്. കാരണം ഒരാൾ തല മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ അതുവരെയുള്ള ബോധതലത്തെയൊക്കെ മാറ്റി ജ്ഞാനത്തിൻ്റെയും ക്ഷമയുടെയും വിവേകത്തിൻ്റെയും മറ്റൊരു തല അവനിലേക്ക്, അതായത് അവനിലേക്ക് അറിവെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം, തല വെട്ടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ. അപ്പം ഓർമ്മശക്തി, വിനയം, ക്ഷമ, സ്വന്തം വലിപ്പം അറിയാമെങ്കിൽ പോലും ബോധപൂർവ്വം വിവേകപൂർവ്വം തീരുമാനമെടുക്കാനുള്ള ശേഷി, ഈ ഗുണങ്ങളൊക്കെ ആനയിൽ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആനയുടെ തല വെച്ചു എന്നുള്ളത് കൊണ്ട് വരുന്നത്. വലിയ ചെവി, ഏത് സൂക്ഷ്മമായ ശബ്ദത്തെയും എത്ര കിലോമീറ്റർ ദൂരെയുള്ള ശബ്ദത്തെയും ഗ്രഹിക്കാനുള്ള ഗ്രാസ്പിംഗ് പവർ, അതാണ് വലിയ ചെവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൃഷ്ടിപരമായ കഴിവ്, അതായത് തുമ്പക്കൈ എന്ന് പറഞ്ഞാൽ ഒരു 500 കിലോ ഉള്ള ഒരു വസ്തുവിനെ എടുത്തുയർത്താനും അതിന് വെള്ളമെടുക്കാനും ശ്വസിക്കാനും പ്രഹരിക്കാനും അതോടൊപ്പം തലയിൽ കിടക്കുന്ന ഒരു സൂചി എടുക്കാനും വരെ ശേഷി ആ വലിയ തുമ്പിക്കൈക്കുണ്ട്. അതിൽ നിന്ന് മനുഷ്യന് വേണ്ട ആ ഗുണങ്ങൾ, ഈ ഗുണങ്ങൾ ആർജിക്കണമെന്നാണ്. അതുപോലെ വലിയ ഉദരമെന്ന് പറയുന്നത് ഏത് ദുരിതങ്ങളെയും എന്തിനേയും സ്വീകരിച്ച് ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് വലിയ വയറ് കാണിക്കുന്നത്. അങ്ങനെ ഇത്രയും ഗുണങ്ങൾ ചേർന്ന ഒരു ദൈവസങ്കല്പം വന്ന് തന്നെ ഈ മൃഗത്തിൽ നിന്നുള്ള സ്വഭാവത്തെ നീ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിനക്ക് തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഗണാനാം പതിയാണ്, ഗണങ്ങളെ കൂട്ടത്തെ നയിക്കാൻ ശേഷിയുള്ളവനാണ് ഗണപതി എന്ന് പറയുന്നത്. ആ കൂട്ടത്തിലെ നയിക്കാനുള്ള ശേഷി ഈ ഗുണങ്ങൾ ആർജിച്ചു കഴിഞ്ഞാൽ നമുക്കും ഉണ്ടാകുമെന്നുള്ള താത്വിക സന്ദേശമാണ് ഗണപതി എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വന്നേക്കുന്നത്. അത് മിത്ത് തന്നെ നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു. പക്ഷേ ആ മിത്താണെങ്കിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ വലിയൊരു മുത്താണ് ആ ഗണപതി എന്ന സങ്കല്പം. ആ ഗണപതിയിൽ കണ്ടു തുടങ്ങി പിന്നെ അതിൻ്റെ സജീവ രൂപം നമ്മൾ റോഡിൽ കാണുകയാണ്. പിന്നെ അതിൻ്റെ വലുപ്പം, അതിൻ്റെ അനുസരണ, അതിൻ്റെ അഴക്, ഇതിൽ നിന്ന് ഏതൊരാൾക്കും ചെറുപ്പത്തിൽ ആനയോട് ഒരു പരിധി വരെ, അത് കഴിഞ്ഞ് നമ്മൾ പുരോഗമനവാദവും രാഷ്ട്രീയമൊക്കെ മനസ്സിൽ വന്നു കഴിയുമ്പോഴാണ് ഇതൊക്കെ വെറും മിത്താണെന്നും ഇത് വെറും കാട്ടുമൃഗമാണെന്നും ഒക്കെ തോന്നുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ അച്ഛൻ്റെ കാഴ്ചപ്പാട് കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ആ ചിന്തയൊന്നും വന്നില്ല. വിപ്ലവം തൊട്ട് തീണ്ടിയിട്ടില്ല.